السلام عليكم ورحمة الله وبركاته. أيها الطلبة، كيف حالكم؟ أنتم بخير؟ الحمد لله. اليوم نحن نبحث العربية الطقم الأول. أنتم تستعدون لدراسة هذه الطقم الأول؟ أنتم تستعدون لدراسة هذا الطقم الأول؟ أيوة. اليوم نحن نبحث عن الطقم الأول، عنوانه مهارات الحياة. عنوانه مهارات الحياة. ما هي مهارات الحياة؟ مهارات الحياة: هيا إلى السباحة، تقدر إن شئت، المجتهد يفوز، أنت مجتهدة. ما هي مهارات الحياة؟ هيا إلى السباحة، تقدر إن شئت، المجتهد يفوز، أنت مجتهدة. My dear students, are you ready? Are you ready to study this one? Okay. കഴിഞ്ഞ 5 പാർട്ടിലായി 7 ക്ലാസ് മുഖാന്തരം നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്, മഹാറാത്തുൽ ഹയാത്ത്. ഇതിൻ്റെ റിവിഷൻ എന്ന നിലക്കാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ റിവിഷൻ നടത്തണ്ടേ? ഓക്കെ. മഹാറാത്തുൽ ഹയാത്ത് അതാണ് നമ്മൾ തഖ്മുൽ അവ്വൽ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് തഖ്മുൽ സാനി പഠിക്കാം. അതിൻ്റെ മുമ്പ് തഖ്മുൽ അവ്വൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. നിങ്ങൾ റെഡിയല്ലേ? നിങ്ങളുടെ മുമ്പിൽ പുസ്തകമില്ലേ? ഓക്കെ, പ്ലീസ് ഓപ്പൺ ദി ബുക്ക്. മഹാറാത്തുൽ ഹയാത്ത്, ലൈഫ് സ്കിൽസിൽ കുറച്ച് ഏതൊക്കെയാണ് നിങ്ങൾ പഠിച്ചത്? ലൈഫ് സ്കിൽ ഏതൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? ഹയ്യ ഇല സിബാഹ, തഖ്ദിറു ഇൻ ശിഅത, അൽ മുജ്തഹിദു യഫൂസ്, അൻതി മുജ്തഹിദ. പ്ലീസ് ഒന്ന് പറഞ്ഞു നോക്കി. 1, ഉറക്കെ പറയൂ. 2, 3, 4. ഓക്കെ. അതിൽ ഫസ്റ്റ് നമ്മളൊരു പിക്ചർ കണ്ടിരുന്നു. എന്താണ്? ഒരു വിദ്യാർത്ഥിനിക്ക് സൈക്കിൾ റേസിംഗ് പഠിക്കല്ലേ? ആ മഹാറാത്തുൽ ഹയാത്ത് ആണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റഡി ഏതാണ് പാഠം? ഹയ്യ ഇല സിബാഹ. ഇതാണ് നമ്മൾ ഹയ്യ ഇല സിബാഹ. പുസ്തകം എല്ലാവരും ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്തു. റെഡിയല്ലേ? ഇനി ഒന്ന് വായിച്ചു നോക്കൂ. പ്ലീസ് റീഡ് ഇറ്റ്. അസ്സിബാഹത്തു ഹിവായത്തുൻ മുഫീദത്തുൻ ലിൽ ജസദി, ഇന്നഹാ തുഫീദുൽ അഖല വൽ ഖൽബ വൽ ജസദ വഹിയ തുസവ്വിദു അശ്ശജാഅത വന്നശാത. മനസ്സിലായോ? റീഡ് ചെയ്തില്ലേ? ഇതില് നിങ്ങൾ ചെയ്യേണ്ടത്
ഈ 4 വാക്കുണ്ടല്ലോ അല്ലേ, 4 വാക്കിൻ്റെ മീനിങ്ങും നിങ്ങൾ പഠിക്കണം. വാക്ക് ഞാൻ പറയാം, നിങ്ങൾ മീനിങ് ഉറക്കെ പറയണം കേട്ടോ. ഓക്കെ. സിബാഹത്ത്, സിമ്മിൻ അല്ലേ, മുഫീദത്ത്, യൂസ്ഫുൾ അല്ലേ, ഷജാഅത്ത്, ഷജാഅത്ത് മീൻസ് എൻകറേജ്, നഷാത്ത് ആക്റ്റീവ് അല്ലേ, പഠിച്ചില്ലേ? ഓക്കെ. ഇതിൽ സെക്കൻഡിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഹൽ തഖ്ദിറു ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഹൽ തഖ്ദിറു അല സിബാഹത്തി, ഹൽ തഖ്ദിറു അല സിബാഹത്തി. 3 ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾ പഠിക്കണം. ഹൽ തഖ്ദിറു അല സിബാഹത്തി, ക്യാൻ യു ടു സ്വിം ചെയ്യാൻ കഴിയും? അതിന് ആൻസർ പഠിക്കേണ്ടത് നഅം അഖ്ദിറു അല സിബാഹ, ലാ അഖ്ദിറു അല സിബാഹ. 2 ഓപ്ഷൻ ആണുള്ളത് അല്ലേ. മാഹിയ ഹിവായത്തുൻ മുഫീദത്തുൻ ലിൽ ജസദി, ശരീരത്തിന് ആവശ്യമുള്ള എക്സസൈസ് നൽകുന്ന ഹിവായത്ത് ഏതാണ്? അസ്സിബാഹത്തു ഹിവായത്തുൻ മുഫീദത്തുൻ ലിൽ ജസദി. മാസാ തുസവ്വിദു ഷജാഅത, മാസാ തുസവ്വിദു അഷ്ഷജാഅത, ഷജാഅത്ത് കൊണ്ട് വർദ്ധിക്കുന്ന കാര്യം എന്താണ്? തുസവ്വിദു ഷജാഅത വന്നശാഅത. അസ്സിബാഹത്തു തുസവ്വിദു അഷ്ഷജാഅത വന്നശാഅത. മനസ്സിലായോ? നിങ്ങൾക്കിത് റിപ്പീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം എക്സാമിന് ഇത് വരുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാത്രം കേട്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ, നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ റിപ്പീറ്റേഷൻ നിങ്ങൾക്ക് റിവിഷനാണ് നടത്തുന്നത്. അപ്പോൾ ശ്രദ്ധിക്കട്ടോ. നെക്സ്റ്റ് തഖ്ദിറു ഇൻഷിഅത, തഖ്ദിറു ഇൻഷിഅത. അത് നമ്മൾ പഠിച്ചത് ഏതാ? 2 വാക്കുകൾ അല്ലേ. സുൽഹഫ എന്ന് പറയാണ് തആൽ യാ ഹബീബി ഉഖ്റുജ് ഇലൽ മാ. തഹാൽ യാ ഹബീബി, പ്ലീസ് കം. തഹാൽ മീൻസ് പ്ലീസ് കം അല്ലേ. യാ ഹബീബി ഉഖ്റുജ് ഇലൽ മാ, ക്യാൻ ഗോ ടു വാട്ടർ, വെള്ളത്തിലേക്ക് നമുക്ക് പോകാം. അർനബ് പറയാണ് മുഷ്കിൽ ലാ അഖ്ദിർ, ഐ കാൺ. മുഷ്കിൽ പ്രോബ്ലം, ഐ കാൺ. മുഷ്കിൽ അനലാക്കുന്ന ഐ കാൺ, എനിക്ക് സാധിക്കും. ഈ വാക്കുകളും നിങ്ങൾ പഠിക്കണം കേട്ടോ. തആൽ യാ ഹബീബി ഉഖ്റുജ് ഇലൽ മാ, തആൽ യാ ഹബീബി ഉഖ്റുജ് ഇലൽ മാ. ഈ പ്രയോഗം നിങ്ങൾ പഠിക്കണം. ഒരു പേജ് കൂടി മറിക്കൂ. ഓക്കെ. നെക്സ്റ്റ് ഹെഡിങ് ആണ് അൽ മുജ്തഹിദു യഫൂസ്. എന്താണ് ഹെഡിങ്? അൽ മുജ്തഹിദു യഫൂസ്, ഹാർഡ് വർക്കർ ഈസ് എ വിന്നർ. കഥ ഒന്ന് വായിച്ചു നോക്കൂ. പ്ലീസ് റീഡ് ഇറ്റ് സ്റ്റോറി. ഞാൻ വായിക്കാം, ശ്രദ്ധിക്കട്ടോ. വാഫഖൽ അർനബു വസ്സുൽഹഫാതു അലൽ മുസാബഖതി, നഅമൽ അർനബു ഫി തരീഖി വസ്സുൽഹഫാതു മശത് അലാ ഖദ്രിഹാ. അഖീറൻ ഇസ്തൈഖളൽ അർനബു മിനൻ നൗമി വഫറ ബിസ്സുർഅ വലാകിൻ വജദ സുൽഹഫാത വസലത് ഇലൽ ഹദ്ഫി വഹിയ നജത് ബിജുഹ്ദിഹാ. ഇതാണ് നിങ്ങൾ വായിക്കേണ്ടത്. ഈ ഭാഗം നിങ്ങൾ 3-4 വട്ടം നിങ്ങൾ വായിച്ച് പഠിക്കണം കേട്ടോ. ഈ ഭാഗത്തു നിന്ന് എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഈ ഭാഗങ്ങൾ വായിച്ച് പഠിക്കുക കേട്ടോ. ഇതിൻ്റെ മീനിങ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ മീനിങ് നിങ്ങൾ എഴുതുകയും ചെയ്യുക. ഓക്കെ. അതിൽ 6 പദങ്ങൾ ഇമ്പോർട്ടൻ്റായ പദങ്ങളുണ്ട്.
ആ പദങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. വാഫക മീനിങ് പറയും. വാഫക അഗ്രീഡ് അല്ലേ? ഓക്കെ. മുസാബഖത്ത് കോമ്പറ്റീഷൻ. ഓക്കെ. ഇസ്തൈഖള വഖബ അല്ലേ? ഓക്കെ. ഹദഫ് ഗോൾ അല്ലേ? ജുഹ് എഫോർട്ട് മുജ്തഹിദ് ഹാർഡ് വർക്ക് അല്ലേ? ഈ 6 വാക്ക് കൃത്യമായിട്ട് എഴുതിയിട്ട് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതണം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് അൻതി മുജ്തഹിദത്തു. അൻതി മുജ്തഹിദത്തു ബഅദൽ മുസാബഖതി ജറാ ബൈനഹുമാ ഹിവാർ. ഇതും ക്ലാസ്സിൽ വിശദീകരിച്ച് നിങ്ങൾക്ക് വീഡിയോ വന്നതാണ് അല്ലേ? അൻതി മുജ്തഹിദ യു ആർ ഹാർഡ് വർക്ക് അല്ലേ? അർനബ് അഹ്സൻതി അൻതി നാജിഹ യു ആർ ഗുഡ് യു ആർ ദി വിന്നർ അല്ലേ? അസ്ഹലാഫാത്ത് tortoise said na'am as kunta na'ima or sleeping. Arnab kuntu kaslan I am lazy. Sulhafat ana mashaytu bikulla I walk as I can. Arnab na'am anti mujtahida you are the hard worker. Sulhafat al mujtahidu yafuz hard worker is a winner. Arnab hayya nashrab shai ma please come we can drink tea. As-sulhafa aywa okay ana ma'ak I am with you. ഇതാണ് നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് ഈ പദങ്ങളും അതിൻ്റെ മീനിങ്ങും നിങ്ങൾ എഴുതണം കേട്ടോ. ഈ 2-3 ദിവസത്തിന് ശേഷം, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ടീച്ചേഴ്സ് നിങ്ങളുടെ അടുക്കലേക്ക് നോട്ട് ബുക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി വരും. ഹോം വിസിറ്റിങ്ങിന് ടീച്ചേഴ്സ് വരുന്നതാണ്. ആ സമയത്ത് നിങ്ങൾ നോട്ട് ബുക്കുകളൊക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ കൃത്യമായി എല്ലാവരും എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, റെഡിയല്ലേ? ഒന്നുകൂടി ഒരിക്കൽ കൂടി നിങ്ങൾ ആ കോൺവെർസേഷൻ ഒന്ന് വായിച്ചാൽ. അർനബ് അഹ്സൻതി അൻതി നാജിഹ. ബാക്കി വായിക്കും. അരെ ബുക്ക് ഓപ്പൺ ആക്കാത്തത് തന്നെയും. നെക്സ്റ്റ് ലാ ശൈഅ ഫി നജാഹി വറുസൂൽ അല്ലേ? നോ പ്രോബ്ലം ഇൻ ദി സക്സസ് ആൻഡ് ഫെയിലിയർ അല്ലേ? ഫെയിൽ ചെയ്താലും സക്സസ് വിജയിച്ചാലും ഒരു പ്രശ്നമില്ല എന്നുള്ള അതും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? യതഖയ്യൽ മാദാ ജറ ബഅദ ശാർ ആഫ്റ്റർ ദി ഡ്രിങ്ക് ടീ ദേ വിസിറ്റ് റിവർ ആൻഡ് ഫോറസ്റ്റ് അല്ലേ? ആ ഒരു ഭാഗം നിങ്ങൾ ഭാവനയിൽ വെച്ച് നിങ്ങൾക്ക് 2-3 സെന്റൻസായി എഴുതി തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. അത് നിങ്ങൾ പ്രത്യേകം ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയ ക്ലാസ് ആണ് അതിൽ. അന അന്ത കുന്ത കുന്തു ഈ പദങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചോ? ആ വീഡിയോയിലൊക്കെ വിശാലമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാ, അന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ യു. ഓക്കെ, ഞാൻ എഴുതി എന്നുള്ളതിനോ കതബ്തു. കതബ്തു തു എന്നുള്ളത് എന്തിനാ? ഫെയിലിന്റെ ആദ്യത്തെ അവസാനത്തിൽ ചേർത്ത് കൊടുക്കുക അല്ലെ? കതബ്തു ഞാൻ എഴുതി. നീ എഴുതി എന്നാണെങ്കിലോ കതബ്ത. നീ എഴുതി എന്നുള്ളതിന് കതബ്ത. ഞാൻ എഴുതി എന്നുള്ളതിനോ കതബ്തു. ഞാൻ ഇരുന്നു എന്നുള്ളതിനോ ജലസ്തു. നീ ഇരുന്നു എന്നതിനോ ജലസ്ത. നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? തു എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ എന്നുള്ള അർത്ഥവും, ത എന്ന് ചേർത്ത് കഴിഞ്ഞാലോ
യു എന്ന അർത്ഥമാണ് കിട്ടുക. ഒറ്റക്ക് മറ്റൊന്നിനോട് ചേർക്കാതെ സ്വയം പറയുകയാണെങ്കിൽ ഞാൻ എന്നുള്ളതിന് അന, നീ എന്നുള്ളതിനോ അൻത. ഒരു പ്രവർത്തനത്തോട് ചേർത്ത് പറയണമെങ്കിൽ, ഒരു വെർബിനോട് ചേർത്ത് പറയണമെങ്കിൽ ഞാൻ എന്നുള്ളതിന് തു എന്ന് ചേർത്ത് കൊടുക്കുക, നീ എന്നുള്ളതിനോ ത എന്ന് ചേർത്ത് കൊടുക്കുക അല്ലേ. ഓക്കെ, എന്നാ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയൂ. നസറ സഹായിച്ചു. ഓക്കെ, ഞാൻ സഹായിച്ചു പറയൂ. നസർത്തു. നീ സഹായിച്ചു എന്നുള്ളിനോ നസർത. ഓക്കെ, റീഡ് അല്ലെ. ഖറഅ. ഖറഅ എന്ന് പറഞ്ഞാൽ റീഡ്. ഞാൻ വായിച്ചു എന്നുള്ളിനോ പറയൂ, ഉറക്കനെ പറയൂ. ഖറഅതു. നീ വായിച്ചു എന്നുള്ളിനോ യു റീഡ്. ഖറഅത. ലറബ ബീറ്റ് അടിക്കുക. ഞാൻ അടിച്ചു എന്നുള്ളിനോ ലറബ്തു. നീ അടിച്ചു എന്നുള്ളിനോ ലറബ്ത. ഓക്കെ. ദഹബ വെന്റ് പോയി അല്ലേ, പോയി എന്നുള്ള അർത്ഥം. ഞാൻ പോയി എന്നുള്ളിനോ ദഹബ്തു. നീ പോയി എന്നുള്ളിനോ ദഹബ്ത. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു പഠിക്കണം കേട്ടോ, ഇങ്ങനെ പറഞ്ഞു പഠിക്കണം. മനസ്സിലായോ? മനസ്സിലായോ? അൻത എന്ന് വരുമ്പോ തു എന്ന് വരണം. അൻത എന്ന് വരുമ്പോ തു എന്നാണോ വരിക? അല്ല, അൻത എന്ന് പറയുമ്പോ ത അല്ലേ. അന എന്ന് വരുമ്പോഴോ തു എന്നും വരണം. ഓക്കെ, റെഡിയല്ലേ? യാ സാലിമു അൻത ജലസ്ത. ഓക്കെ, യാ സാലിമു അൻത ജലസ്ത. യാ സ്വദീഖി അൻത വളഅത. എന്തുകൊണ്ട് അവിടെ വളഅത എന്ന് പറയാനുള്ള കാരണം? അതിന് മുമ്പ് അൻത എന്ന് പറഞ്ഞു അല്ലേ. നഅം അന, നഅം അന നളർതു. നഅം അന നളർതു. നഅം അന ഹഫിൾതു. നഅം അന ഹഫിൾതു. അന നഅം അന ഹഫിൾതു എന്ന് പറയാം. നഅം അന നളർതു എന്ന് പറയാം. ഹക്കൻ അന നളർതു. മനസ്സിലായോ? ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ പദങ്ങൾ യു എന്ന് വന്നു കഴിഞ്ഞാൽ ത എന്ന് ചേർത്ത് കൊടുക്കുക. ഐ എന്ന് വന്നു കഴിഞ്ഞാലോ ഞാൻ എന്ന് വരുമ്പോ തു എന്ന് ചേർത്ത് കൊടുക്കുക. വീട്ടിൽ നിന്ന് ഒരു 10 പദങ്ങളെയും നിങ്ങൾ പഠിച്ച ഒരു 10 ഫെയിലുകൾ ഇതേപോലെ നിങ്ങൾ എഴുതി അയക്കണം കേട്ടോ, മറക്കൂലല്ലോ. ഇപ്പോ ഉദാഹരണമായ ഐ റീഡ്, ഖറഅതു, ഐ സി, ജലസ്തു. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിലെ ഈ തത്വമിലെ അവസാനത്തെ ഭാഗം നക്ർ വ നുഅരിബ്. യു ആർ ദി വിന്നർ, യു ആർ ദി വിന്നർ നമ്മൾ കണ്ടല്ലേ. യു ആർ ദി വിന്നർ. അൻതി മുജ്തഹിദ, അൻതി നാജിഹ, അൻതി നാജിഹ. യു വെയർ സ്ലീപ്പിംഗ്, യു വെയർ സ്ലീപ്പ്, യു ആണ്. അപ്പോ കുന്തു, കുന്തു നാഇമ. ഐ ആം വിത്ത് യു, ഐ ആം വിത്ത് യു. അന മഅക്, അന മഅക്. ഐ വാസ് ലേസി, ഐ വാസ് ലേസി. കുന്തു കസ്ലാൻ. ഇത് കാണാതെ പഠിക്കണം കേട്ടോ. എക്സാമിന് എപ്പോഴും പൂരിപ്പിക്കാൻ നിങ്ങളോട് ചോദിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഈ ഭാഗങ്ങൾ പരസ്പരം പറഞ്ഞു പഠിക്കാം കേട്ടോ.
You are the winner. You are the winner. Anti najiha. You are sleeping. You are sleeping. Kunta naima. I am with you. I am with you. What we say? Ana ma'ak. I was lazy. I was lazy. What we say? I was lazy. കുന്തു കെസ്ല. ഇതേപോലെ പറഞ്ഞ് പഠിക്കണം കേട്ടോ. ലാസ്റ്റ് നിങ്ങൾക്ക് 3 പോസ്റ്റർ നിർമ്മിക്കാനാണ്. ഈ പോസ്റ്റർ നിർമ്മിച്ച ശേഷം അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരണം കേട്ടോ. ഓക്കെ അല്ലേ? ഞങ്ങൾ ഹോം വിസിറ്റിങ്ങിൻ്റെ സമയത്ത് നിങ്ങളെ വീട്ടിൽ അത് ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾ ചെക്ക് ചെയ്യും ചെയ്യും കേട്ടോ. അപ്പോൾ വീട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുകയും വേണം. അൽ മുജ്തഹിദു യഫൂസ്. അസ്സിബാഹത്തു മുഫീദത്തുൽ ലിൽ അഖ്ലി വൽ ജിസ്മി ലാ ശൈഅ ഫിൻ നജാഹി വറസൂൽ. ഇതറിയല്ലോ അല്ലേ? ഇത്രയും പാഠഭാഗങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് വിശാലമായി ഞാൻ ഇന്ന് പറഞ്ഞു. നിങ്ങൾ എക്സാമിന് ഫസ്റ്റ് ചാപ്റ്റേഴ്സ് നിങ്ങൾ പ്രത്യേകം വായിച്ച് നോക്കേണ്ടത് ഈ ഭാഗങ്ങളൊക്കെയാണ്. ഈ ഭാഗം പഠിച്ച് നല്ല വിദ്യാർത്ഥികളായി മാറുക. നെക്സ്റ്റ് തക്നുസാനിയാണ്. തക്നുസാനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വിശദീകരിച്ച് തരാം. അസ്മിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. വളരെ വിശാലമായി തന്നെ ക്ലാസ്സുകൾ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പല 2 ആഴ്ച 3 ആഴ്ച വീക്കൊക്കെ കഴിയുന്ന സമയത്ത് ഈ ക്ലാസ്സുകൾ വരുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് വീണ്ടും റിവിഷൻ എന്ന നിലക്ക് നിങ്ങൾക്ക് ഇതുവരെ പഠിച്ച പാഠഭാഗങ്ങൾ റിപ്പീറ്റ് ചെയ്തത്. നിങ്ങൾ വീട്ടിൽ നിന്ന് കൃത്യമായി വായിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.